ഹലോ, എല്ലാവർക്കും മയ്യക്കറിയത്തിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ 2 ആഴ്ച മുമ്പ് സെറ്റ് ചെയ്ത അക്വേറിയമാണ്. നമ്മൾ അന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റ്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാമേജ് ആയ ലീവ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നല്ല ലീവ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടറിയാം, ഞാൻ ഇതിനകത്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഈ അക്വേറിയം സെറ്റ് ചെയ്തതിനുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളം കഴിഞ്ഞപ്പോൾ, അതായത് ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരാഴ്ച നമ്മളിതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ വെച്ച സമയത്ത്. ഏകദേശം ഒരാഴ്ചത്തോളം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഹെൽത്തി പ്ലാന്റ്സിൻ്റെ തന്നെ പല ലീവ്സുകളും മെൽറ്റായി പോയി. ചില പ്ലാന്റ്സ് സോയിലിൽ നിന്ന് പൊന്തി വന്നു. ആൽഗയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, കംപ്ലീറ്റ്ലി ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തു. നമ്മൾ ഡാമേജായ ലീവ്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ലോസ് ആയി, പ്രത്യേകിച്ച് റെഡ് കളർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും ഭയങ്കര വീക്കായി അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത് അതിൻ്റെ ഡാമേജായ ലീവ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് സോയിലിൽ ഇറക്കിയപ്പോൾ അത് ഒടിഞ്ഞ് അതിൻ്റെ വേരിൻ്റെ ഭാഗം ഒടിഞ്ഞു പോയി. കാരണം അതൊരാഴ്ച കൊണ്ട് തന്നെ പ്ലാന്റ് ഭയങ്കരമായിട്ട് വീക്കായി. അപ്പോൾ സോയിലിലേക്ക് തള്ളുമ്പോൾ അത് ബെൻഡായി ഡാമേജ് ആയതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഡാമേജ് ആയി പോയി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് അക്വേറിയം ചെയ്യുമ്പോൾ അത് നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്ന് വാട്ടർ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. ആക്ച്വലി ഇതിനകത്ത് ഇരിക്കുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് വഴി ചെയ്ത വെള്ളമാണ്. അതായത് പ്യുവർ, നമ്മളിപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന അക്വാഫിന എന്നൊക്കെ പറയുന്ന പ്യുവർ വാട്ടറാണ്. ഡിസ്റ്റിലറി വാട്ടർ എന്ന് പറയുന്ന പോലെ ഉള്ളൊരു വാട്ടറാണ്. ഇത് പ്യൂരിഫൈഡ് വാട്ടറാണ്, പ്യൂരിഫൈഡ് വെള്ളമാണിത്. അപ്പോൾ ഇതിൽ TDS ഒക്കെ വളരെ കുറവാണ്, ഒരു 20 ഉണ്ടാവുള്ളൂ. അപ്പം കേരളത്തിലത്തെ വെള്ളത്തിലേക്ക് TDS വളരെ കൂടുതലാണ്. ഒരുപാട് വിറ്റാമിൻസും മിനറൽസൊക്കെ ഓൾറെഡി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങൾ, ഈ വിറ്റാമിൻസും മിനറൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കത് അഡീഷണൽ ആഡ് ചെയ്യാനായിട്ടുള്ള വേറെ ബോട്ടിൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മുടെ അക്വേറിയം ഷോപ്പിൽ നിന്ന്, റീമിനറലൈസ് ചെയ്യാൻ വേണ്ടി. അതായത് ഇതേപോലത്തെ വെള്ളം റീമിനറലൈസ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സിൻ്റെ അക്വേറിയത്തിൽ ഭൂരിഭാഗം യൂസ് ചെയ്യുക. അപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്യൂരിഫൈഡ് വാട്ടർ ആയതുകൊണ്ട് TDS 21-22 അടുത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ചെടികൾക്ക് ആ ഒരു വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുത്തായിരുന്നു, മാക്രോ ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ 2 റൂട്ട് ടാബ്, നമ്മുടെ നൈട്രജനും ഫോസ്ഫേറ്റിനും വേണ്ടിയിട്ട് റൂട്ട് ടാബ് നമ്മൾ ഓൾറെഡി സോയിലിൽ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റണ്ണ് ചെയ്തെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നല്ലൊരു സക്സസ്ഫുള്ളായ രീതിയിൽ എടുക്കാൻ കുറച്ച് പാടാണ് നമ്മുടെ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം വെള്ളം ഒക്കെ പ്യുവർ വാട്ടർ ആയതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഓൾമോസ്റ്റ് ഇല്ലായിരിക്കും വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് സപ്ലൈ ചെയ്തില്ലെങ്കിൽ പ്ലാന്റ്സ് ഭയങ്കര ഡാമേജ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 വീക്കായി, ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ചെറിയതായിട്ട് അവിടെ ഇവിടെയും ചെറിയ ഡാമേജസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി പൊതുവെ കുറവാണ്. നമ്മളിപ്പോൾ കുറച്ച് ഫിഷസിന് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മളൊരു 10-11 നിയോൺ ടെട്രയും പിന്നെ ഒരു ഓട്ടോസിംഗ്ലസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ എന്താവും സംഭവിക്കുക എന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 1-1.5 മാസം കൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് മൊത്തം ഈ ഒരു ടാങ്കിൽ നിറയും. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും നാൾ വെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും ഒരു ഐഡിയ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു പ്ലാന്റ് ടാങ്കിൻ്റെ വീഡിയോ ഞാനൊരു 1 വീക്ക് 1.5 വീക്ക് കഴിയുമ്പോൾ ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്യൂരിഫൈഡ് വെള്ളം ഉപയോഗിച്ചതെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം, ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ടാങ്കാണ് കേട്ടോ. ഇത് വെറും 10 ലിറ്റർ വെള്ളം മാത്രം കൊണ്ടുവന്നൊരു ടാങ്കാണ്. ഞാൻ ലാസ്റ്റ്
2 വീക്കായിട്ട് വെള്ളം പോലും ചേഞ്ച് ആയിട്ടില്ല. കാരണം വെള്ളത്തിന് ഒരുപാട് പ്രശ്നമുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് കാവേരി വാട്ടർ പ്ലസ് ബോർവെൽ വാട്ടർ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കാവേരി വാട്ടറിൽ നമ്മൾ ക്ലോറിനേഷൻ കഴിഞ്ഞിട്ടാണ് കാവേരി വാട്ടർ വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ബോർവെൽ വാട്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ TDS ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ക്ലോറിനും റിമൂവ് ചെയ്യണം, TDS ഭയങ്കര കൂടുതലാണ് ബോർവെൽ വാട്ടറിൽ, അപ്പോൾ അതും റിമൂവ് ചെയ്യണം. ക്ലോറിൻ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ 2 ദിവസം പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ ക്ലോറിൻ പോവും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡീക്ലോറിനേറ്റർ വെച്ച് നമുക്ക് ക്ലോറിൻ റിമൂവ് ചെയ്യാം. പക്ഷെ TDS കുറയ്ക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ TDS കുറച്ചില്ലെങ്കിലും നമുക്ക് ആ വെള്ളം ഡീക്ലോറിനേഷൻ മാത്രം ചെയ്ത് നമുക്ക് TDS കുറയ്ക്കാണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടോട്ടൽ ഡിസോൾവ്ഡ് സോൾട്സ് ഈ വെള്ളത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ഫിഷസ് ചിലപ്പോൾ ഒരു പക്ഷേ ഈവൻ പ്ലാന്റ്സും വരെ ഒരു പക്ഷേ സർവൈവ് ചെയ്യും. പക്ഷെ നമുക്ക് ആൽഗയുടെ ഇഷ്യൂസ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് ആൽഗ ഇല്ലാതെ പ്ലാന്റ് വളർത്തുന്നതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ചിന്തിക്കാൻ പോയി ചിലപ്പോൾ പറ്റില്ല. കാരണം അത്രയും വിറ്റാമിൻസ് മിനറൽസ് ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആൽഗ ഒരു വലിയൊരു ഇഷ്യൂ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, അത്രയും സോൾസ് കൂടുമ്പോൾ ഈ ടാങ്കിൻ്റെ സൈഡിലേക്കും ഈ കാൽസ്യം ഡെപ്പോസിറ്റ് വരും, നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. സാധാരണ ഇവിടുത്തെ അക്വേറിയം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാവേരി വാട്ടർ മാത്രമാണ് ഭൂരിഭാഗം യൂസ് ചെയ്യാറ്. അവർ ബോർവെൽ വാട്ടർ ഉപയോഗം വളരെ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഒരു വളരെ കെയറിലാണ് ഉപയോഗിക്കാറ്. കാരണം നമുക്ക് ടാങ്കിലെ ഈ സൈഡിലേക്കും ഈ വൈറ്റ് കളറിൽ വന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഭൂരിഭാഗം ഇപ്പോൾ ഈ അക്വേറിയത്തിൽ ചെയ്യുന്നവർ കാവേരി വാട്ടർ മാത്രം വെച്ചിട്ടാണ് ഈ അക്വേറിയം അവർ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ സെപ്പറേറ്റ് കാവേരി വാട്ടർ കിട്ടാൻ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഓൺലി ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു പ്യൂരിഫൈഡ് വാട്ടർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭാവിയിൽ ഇനിയിപ്പോൾ ഒരു വലിയൊരു ടാങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഹെവി ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്യൂരിഫൈഡ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഡീക്ലോറിനേറ്റർ അല്ലെങ്കിൽ TDS കുറയ്ക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതപ്പോൾ ചിന്തിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു ടാങ്ക് ആയതുകൊണ്ട് തൽക്കാലം ഇത് ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം.